സ്വീകരിക്കണേ. പടച്ചവനെ സിനിമയ്ക്കകത്ത് ദുആ ചെയ്തപ്പോ നമ്മുടെ താത്താമാരും മക്കൾ ആമീൻ എവിടെ തിയേറ്ററിന്റെ അകത്തിരുന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി നിൽക്കുന്ന സമുദായം? സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ പോലും ഫർദ ധരിച്ചു കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുടെ കാലം. ആരെങ്കിലും സിനിമയ്ക്ക് പോകുമ്പോൾ തൊപ്പിയിട്ടുണ്ടോ? ആ ഫർദ ഇട്ടുകൊണ്ടിന്ന് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് നമ്മുടെ യുവതലമുറ, നമ്മുടെ പെൺമക്കൾ കടന്നു പോകുന്നു. പടച്ചവരെ, അതിനകത്ത് പോയിരുന്നിട്ട് ആമീൻ പറയുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം വാപ്പ മരിച്ചപ്പോ ദുആ ചെയ്തപ്പോ ആമീൻ പറഞ്ഞിട്ടില്ല. സിനിമാ തിയേറ്ററിന്റെ ഉള്ളിൽ പോയിരുന്നിട്ട് പടച്ചവനെ സിനിമയ്ക്കകത്ത് ദുആ ചെയ്തപ്പോ നമ്മുടെ താത്താമാരും മക്കൾ ആമീൻ എവിടെ തിയേറ്ററിന്റെ അകത്തിരുന്ന്. എനിക്ക് ആ പെൺകുട്ടികളോട് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്തേ? സിനിമ കാണുന്നതും ആമീൻ പറയുന്നതൊക്കെ അവനവന്റെ ഇഷ്ടം. എനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അവരുടെ ഇഷ്ടം. തൊപ്പിയിട്ടുകൊണ്ട് പോണോ ഒക്കെ കുഴപ്പമൊന്നുമില്ല, അത് അവനവന്റെ ഇഷ്ടം. നിങ്ങൾ ഇനി ഉസ്താദിന്റെ കൂടെ ജുബയും തൊപ്പിയും കമീസും ഇട്ട് തലപ്പായി കെട്ടിയെന്ന് പോയെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനി ഒന്നും സംഭവിക്കാൻ പോണില്ല. പോയതൊക്കെ പോട്ടെ, നമുക്കെന്താ? പോയതൊക്കെ പോകട്ടെ, നല്ലതൊന്നും പോകില്ലല്ലോ. നല്ലതൊന്നും പോകൂലല്ലോ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒന്നും പോകൂല. പോയതൊക്കെ പോകട്ടെ, ഇങ്ങനെയൊക്കെ നടക്കുന്നതൊക്കെ നടക്കട്ടെ. അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ പെൺകുട്ടികൾ തിയേറ്ററിൽ പോയതോ ആമീൻ പറഞ്ഞതോ ഒന്നുമല്ല. ഇത് വീഡിയോ പിടിച്ചവനെയാ ഞാൻ ചിന്തിക്കുന്നത്. ഈ വീഡിയോ പിടിച്ചവന് മനുഷ്യനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഷെയർ ചെയ്തവനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ എങ്ങനെ ഉണ്ടായതാണെന്നൊന്നും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധമായ ദീനിന് നാണം കെടുത്തുന്നില്ലേ? എത്ര പേര് ത്യാഗം സഹിച്ച്, എത്ര പേരുടെ ജീവിതം കളഞ്ഞിട്ടാ ഈ ദീൻ പടുത്തുയർത്തിയത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. ഇതിനെ കുറിച്ച് എന്ത് ചിന്തിക്കാത്ത? ഈ ദീനിനെ കുറിച്ച് എന്ത് ചിന്തിക്കാത്ത? ഈ ഉമ്മത്തിനെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയപ്പോ, ഈ ഉമ്മത്തിനെ സമൂഹത്തിന്റെ മുമ്പിൽ പരിഹസിച്ചപ്പോ